ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം ഇന്നത്തെ കരിയർ ടോക്സ് നമ്മോടൊപ്പം ഉള്ളത് ജസ്നയാണ്. ജസ്ന, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു സർ. ഓക്കെ ജസ്ന, ജസ്നയുടെ സ്ഥലം എവിടാ? ഞാൻ ഈ പട്ടാമ്പിയാണ്. പട്ടാമ്പി. ഓക്കെ ഓക്കെ. ഏത് കോഴ്സാ അവോധ ചെയ്തിരുന്നേ? ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് എന്നുള്ള കോഴ്സാണ്. ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ആണ്. ഓക്കെ ഓക്കെ. അപ്പം എന്താ റീസൺ ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ചൂസ് ചെയ്യാൻ? എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഒരുപാട് ക്ലയൻസും ഒക്കെ അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കും അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ എടുത്തതാണ്. അങ്ങനെ എടുത്തതാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പം നേരത്തെ എന്താ ചെയ്തിരുന്നത്? നേരത്തെ എന്താ പഠിച്ചിരുന്നത്? ഞാൻ +2 കഴിഞ്ഞിട്ടാണ്. +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഗ്രാഫിക് ഡിസൈനിലേക്ക് വന്നതാണല്ലേ? അതെ. അപ്പം എഡിറ്റിംഗ് ഫീൽഡിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ നേരത്തെ? ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി, ഒരു അത്ര പരിചയമില്ലാത്തതുകൊണ്ട്. പക്ഷെ പിന്നെ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഒക്കെ റെഡിയായി. ഒരു ബേസിക്സ് മനസ്സിലായപ്പോ തന്നെ എങ്ങനെയാണ് ഇതിന്റെ ഒരു മനസ്സിലായി. ഫ്ലോ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലേ? മനസ്സിലായി. ഓക്കെ ഓക്കെ. അപ്പം ഇപ്പൊ എന്ത് ചെയ്യാ ജസ്ന? ഇപ്പോ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. എവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്? തൃശ്ശൂര്. തൃശ്ശൂർ. ഓക്കെ. കമ്പനി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? തൃശ്ശൂർ ഒരു IT കമ്പനിയാണ്, കോഡ് പ്രോ ടെക്നോളജീസ് എന്നാണ് പേര്. ഓക്കെ ഓക്കെ. എങ്ങനെയാ, വർക്ക് ഫ്രം ഹോം ആണോ അതോ വർക്ക് അറ്റ് ഓഫീസ് ആണോ? വർക്ക് അറ്റ് ഓഫീസാണ്. വർക്ക് അറ്റ് ഓഫീസ് ആണ്. ഓക്കെ ഓക്കെ. കമ്പനി എങ്ങനെയുണ്ട്? വർക്ക് എൻവയോൺമെന്റ് എങ്ങനെയുണ്ട്? സപ്പോർട്ടീവ് ആണോ? അതെ, ഫുൾ സപ്പോർട്ടീവ് ആണ്. അവിടുത്തെ ഫുൾ സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നും ഒക്കെ ഉണ്ട്. ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. കറക്റ്റ് ടൈമിൽ അവർ വർക്കൊക്കെ തരാറുണ്ട്, മോണിറ്റർ ചെയ്യാറുണ്ടല്ലേ? ഓക്കെ ഓക്കെ. ജസ്റ്റ് എങ്ങനെയാ അവോധയെ പറ്റി അറിഞ്ഞേ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമിൽ? എൻ്റെ ഒരു സിസ്റ്റർ വഴിയാണ് അറിഞ്ഞത്. ഈ അക്കാദമി അവിടെ എൻ്റെ ഒരു സിസ്റ്ററിന്റെ ഫ്രണ്ട് അവോധയിൽ അക്കാദമിക് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ അവര് വഴി അറിഞ്ഞതാണ്. പിന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് നോക്കിയപ്പോ ഒരുപാട് കണ്ടു. അപ്പോ നല്ല റിവ്യൂസ് ഒക്കെ കണ്ടുകൊണ്ട് ജോയിൻ ആയതാണ്. അപ്പം യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഈ കോഴ്സ് നോക്കുന്ന ടൈമിൽ എന്തായാലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താണോ അല്ലേ കോഴ്സിനെ പറ്റിയും കാര്യങ്ങളൊക്കെ? അപ്പം അതില് ഓക്കെ. അപ്പം യൂട്യൂബില് ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ധാരാളം ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട്. അതിൽ നിന്ന് അവോധയുടെ ക്ലാസ് എങ്ങനെ ഡിഫറെന്റ് ആവുന്നേ? റെക്കോർഡർ ആയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് തന്നെ എപ്പോ വേണേലും നമുക്ക് എപ്പോഴും കേൾക്കാം. അത് നമ്മുടെ ടൈം അനുസരിച്ച് കാണാൻ പറ്റും. പിന്നെ ഡൗട്ട് ഒക്കെ എപ്പോഴും ക്ലിയർ ചെയ്യാം. അതുകൊണ്ടൊക്കെയാണ്. ഓക്കെ ഓക്കെ. ക്ലാസ് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? യൂസ്ഫുൾ തന്നെ ആയിരുന്നു. നല്ല ഹെൽപ്പ് ചെയ്തു. എല്ലാ ക്ലാസ്സും നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പൊ ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്യാറുണ്ടായിരുന്നു മീറ്റിൽ കയറിയിട്ട്. ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നല്ലേ? ഓക്കെ. അവരെന്താ കറക്റ്റ് ആയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ലൈവ് സെഷനിലെ? നന്നായിരുന്നു. ഞങ്ങള് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡൗട്ട് ഒക്കെ ക്ലിയർ ആവാറുണ്ടായിരുന്നു. അപ്പം ജാപ്പ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നോ? ജാപ്പിലൂടെയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് എത്തിയത്, ഇന്റേൺഷിപ്പിൽ. എങ്ങനെ ഉണ്ടായിരുന്നു ജാപ്പിലെ ഫീഡ്ബാക്ക്? എങ്ങനെ ഉണ്ടായിരുന്നു? ജാപ്പും നന്നായിരുന്നു. ആദ്യം കുറച്ച് പേടിയൊക്കെ തോന്നി. അതിൽ അറ്റൻഡ് ചെയ്യാൻ ഒരു ഇന്റർവ്യൂ പോലെ ആയതുകൊണ്ട് ഒരു പേടി തോന്നി. പക്ഷെ പിന്നീട് ഓക്കെ ആയി. എത്ര തവണ അറ്റൻഡ് ചെയ്തായിരുന്നു ജാപ്പ്? ഞാൻ 2 തവണ അറ്റൻഡ് ചെയ്തു. 2 തവണ അറ്റൻഡ് ചെയ്തു. അപ്പൊ ഒരു ഇന്റർവ്യൂ ഒക്കെ ക്രാക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അതിൽ നിന്ന് കിട്ടിക്കാണോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ആദ്യം അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ എന്തായാലും ജസ്റ്റ് കേട്ട് കാണും ഒരു ഫീ സ്ട്രക്ചർ 2800 എന്നൊരു ഫീ സ്ട്രക്ചർ കേട്ട് കാണും. ഓക്കെ. ആ ടൈമിൽ എന്താ തോന്നിയിരുന്നത്? ഈ 2800 ഗ്രാഫിക് ഡിസൈൻ പോലെ ഒരു കോഴ്സ് പഠിച്ച വെർത്തായിരിക്കും തോന്നിയിരുന്നോ? ശരിക്കും ഇത്രയും ചെറിയൊരു ഫീസിൽ ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റും എന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. ഞാൻ മെയിനായിട്ട് ഡിഗ്രി ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഫാമിലിത്തെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ കാരണമാണ് എനിക്ക് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു പരസ്യമൊക്കെ വരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. വെരി ഗുഡ്. അപ്പം അങ്ങനെ ഒരു കരിയർ കിട്ടിയല്ലേ ഗ്രാഫിക് ഡിസൈനിങ്? ശരിക്കും. ഓക്കെ. അപ്പം ജസ്ന ഇത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരു വലിയ താങ്ക്സ് ഉണ്ട്. ഓക്കെ. താങ്ക്സ്. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്സ്.